യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും പണം തടസ്സമാവില്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ബിസിനസ്സാണ് ഈ കാണുന്ന കട്ട് ഫ്രൂട്ട്സിൻ്റെ ബിസിനസ്. ഇതിപ്പോൾ ഇവിടെ ഒരു ചേച്ചി ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇതൊരാൾ ചെയ്യുകയാണ് എങ്കിൽ അവരവൻ്റെ കൂലി കിട്ടുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയിൽ നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലത്തെ സംഗതിയിൽ ഏർപ്പെടാൻ കഴിയുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 ദിവസം ട്രാവൽ ചെയ്തിട്ട് 4 ദിവസം നമ്മൾ ഇതുപോലത്തെ ബിസിനസ്സിനൊക്കെ വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണ് എങ്കിൽ നമുക്ക് എവിടെയും യാത്ര ചെയ്യാം. നമ്മൾ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിലും കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊക്കെ ഒരു പ്രത്യേകതയാണ്. ഡ്രസ്സുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടും ചെയ്യാം, ഇങ്ങനെ മിക്സ് ആക്കിയിട്ടും ചെയ്യാം. ഇതിലെടുത്ത് പറയേണ്ടത് രസകരമായിട്ടുള്ള ഒരു കാഴ്ച ഒരു ഈത്തപ്പഴം വെച്ചതാണ്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രീ ഫുഡ് എന്നുള്ള ഒരു സംഭവം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ബാലൻസ് വരുന്ന ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാം എന്നുള്ളതാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരാളും നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്നെ വല്ലാതെ സന്തോഷപ്പെടുത്തി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കളക്ട് ചെയ്യുന്ന ടീമിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു സംഭവമാണ് ഇതും. പിന്നീട് ടൗണിലേക്ക് ഇങ്ങനെ നോക്കി കാണുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.